നമസ്കാരം. നമ്മുടെ രത്തൻ ടാറ്റയും ആനന്ദ് മഹീന്ദ്രയും പി ചിദംബരവും അടക്കമുള്ളവരൊക്കെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ്. അപ്പോൾ പലരുടെയും ഒരു ഡ്രീമാണ് അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ നല്ല യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം നേടുക എന്നത്. ഈ യൂണിവേഴ്സിറ്റിയും കോളേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സാധാരണയൊക്കെ നമ്മൾ പോയിട്ട് എല്ലായിടത്തും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളിലും പെടാറുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഗ്യാരണ്ടി നൽകുന്ന വിദ്യാഭ്യാസം, വിദേശ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക? ഇത് നമുക്ക് ഒരു എക്സ്പേർട്ടിനോട് തന്നെ ചോദിക്കാം. അസറ്റ് മൈഗ്രേഷൻ്റെ കോ ഫൗണ്ടറും ഡയറക്ടറുമായ സുലാൽ മത്തായി ആണുള്ളത്. വെൽക്കം. നമസ്കാരം. അപ്പോൾ ഒരിക്കൽ ഹാർവേഡിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ നമ്മൾ ആ ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ ഞാനൊരു സ്റ്റോറി കേട്ടത്, അവിടെ ദൈവം ക്ലാസ് എടുക്കുന്ന ഒരു റൂമിൽ, മറ്റേ റൂമിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചർച്ച നടക്കുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ റൂമിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ച് മാത്രമാണ് ഈ ഒരു തീരുമാനത്തിലെത്തുന്നത് എന്നത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അത് അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും വളരെ വ്യത്യസ്തമാണ്. കൂടുതൽ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്, ലൈഫിനെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വ്യത്യാസം എന്താണ് മെച്ചം? തീർച്ചയായും വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇപ്പം നമ്മളവിടെ കണ്ട ഓസ്ട്രേലിയയിൽ താമസിക്കാൻ, ഞാൻ യു എസിലും പോയിട്ടുണ്ട്, യു എസിലെ ചില യൂണിവേഴ്സിറ്റീസ് പോകാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കണ്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ലൈക്ക് യു സെഡ് ലൈഫ് സ്കിൽസ്. അവർ നമ്മളെ ഒരു സ്കിൽ എനേബിൾ ചെയ്യുന്നതിന് മാത്രമല്ലാതെ എങ്ങനെ നമ്മുടെ ലൈഫ് ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കാം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് വരുന്നത്. രണ്ടാമത്തെ ഒരു മെയിൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ. ഒരു കാര്യം നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുമായിട്ടുള്ള എന്ത് ഒക്യുപ്പേഷനും ചെയ്യാൻ നമ്മൾ റിയലി വി വിൽ ബി കോൺഫിഡൻറ്റ് ടു ഡു ദാറ്റ്. ആ ഒരു ഡിഫറൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ ദേ ആർ വെരി മച്ച് അപ് ടു ഡേറ്റ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ അവർ നല്ല രീതിയിൽ മിക്ക യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞാലും ആ യൂണിവേഴ്സിറ്റീസിനെല്ലാം നല്ലൊരു ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഇൻഡസ്ട്രി ആയിട്ട് കാര്യമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയും ഫണ്ട് ചെയ്യും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഏത് കോഴ്സ് പുതിയ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ IT എടുത്താൽ എവറി ഡേ IT ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം ഇപ്പോൾ AI വന്നു ആ വർഷം തന്നെയായിരിക്കും ഒരു മാസ്റ്റേഴ്സ് ഇൻ AI അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ഡിപ്ലോമ ഇൻ AI എന്ന് പറഞ്ഞ കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൾറെഡി പാരലലി അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു പുതിയ കോഴ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ആ ഒരു കോഴ്സിൽ ആ ഒരു പർട്ടിക്കുലർ പുതിയ ടോപ്പിക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നാച്ചുറലി അവിടെ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മളവിടെ പഠിച്ചാൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പ്രിപ്പയർഡാണ്. സോ വി ആർ പ്രിപ്പയർഡ് ടു ഫേസ് ദ വേൾഡ്. അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മൾ പഠിച്ചത് ഏറ്റവും അപ് ടു ഡേറ്റ് കണ്ടൻറ്റ് ഓഫ് ദി ഡേ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് നാച്ചുറലി കാണും. അപ്പോൾ അതാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസവും പുറത്തുള്ള വിദ്യാഭ്യാസവുമായിട്ട് പ്രൈമറി ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കോളേജിൽ പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. കാരണം ഈ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തതാണ്. അതേപോലെ കോട്ടയം CMS കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇവിടുന്ന് പലപ്പോഴും വിദേശ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ യൂണിവേഴ്സിറ്റിയും കോളേജും തമ്മിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയില്ല. അപ്പോൾ ചിലർ പോയി, ഞാൻ പറയാൻ കാരണം എനിക്ക് തന്നെ പരിചയമുള്ള സുഹൃത്തുക്കളിലെ പല കുട്ടികളും പോയി ചേരുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത ചില കോഴ്സുകൾക്കും അവിടെ പഠിച്ചുകൊണ്ട് ഒരു പ്രത്യേകതയും ഇല്ലാത്ത ചില കോളേജുകളിലുമാണ്. എന്താണ് ആ വ്യത്യാസം? യെസ്, തീർച്ചയായും. ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ നേരത്തെ HR വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം നോർമലി അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, 3 golden words ബിഫോർ യു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. അതിനകത്ത് 3 golden words എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ എന്നാണ്. സിമിലർലി ആണ് നമ്മളിപ്പം വിദേശത്തോടത്ത് പഠിക്കാൻ പോകുമ്പോൾ നമ്മളൊരു റീസണബിൾ ആയിട്ടുള്ള റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കോളേജ് വേഴ്സസ് യൂണിവേഴ്സിറ്റി ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ കോളേജസ് ഇപ്പോഴാണത് UGC കുറച്ചൊക്കെ ചേഞ്ചസ് വന്നിപ്പം പല ഓട്ടോണോമസ് കോളേജസും ബിക്കം യൂണിവേഴ്സിറ്റീസായി. പക്ഷേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ പറഞ്ഞ MG യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ അതിനകത്ത് അണ്ടർ ഒരു കോളേജ്, ആ കോളേജിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. പക്ഷേ ഓസ്ട്രേലിയയിലോ അല്ലെ US ഒന്നും അങ്ങനെയല്ല. അതിന് പകരം
യൂണിവേഴ്സിറ്റി ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ല യൂണിവേഴ്സിറ്റി ഈവൻ ഇപ്പോൾ വേറെ എവിടെയും പഠിക്കുവാണെങ്കിലും അവർ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നൊരു കരിക്കുലം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ കോളേജ് എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിൽ ഈ യൂണിവേഴ്സിറ്റി ലെവലിൻ്റെ താഴെ വരുന്ന ഒരു സിസ്റ്റമാണ് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോളേജ് ചെയ്യുന്ന ചിലപ്പോൾ മാസ്റ്റേഴ്സ് വരെ ചെയ്യുന്ന കോളേജ് കാണും, പക്ഷേ അതൊരു യൂണിവേഴ്സിറ്റി അല്ല. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ്റെ ഈക്വലൻസി കോളേജിലെ സർട്ടിഫിക്കേഷൻ ആക്ച്വലി ഇല്ല. അപ്പം യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി ഏറ്റവും ഒരു ഹയർ ലെവൽ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോളേജസ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതല്ല, ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കോളേജ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ആക്ച്വലി ഏതൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കാണാം അത് യൂണിവേഴ്സിറ്റി ആണോ കോളേജാണോ എന്ന്. അതുപോലെ കോളേജ് ആണെങ്കിൽ അവർ അതിൻ്റെ എന്താ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചൊന്ന് റിസർച്ച് ചെയ്തില്ലെങ്കിൽ ഇത് കൺഫ്യൂസിങ് ആണ്. കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു അസംഷനിലാണ് കോളേജ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു വെബ്സൈറ്റ് ചെക്ക് ചെയ്തെങ്കിലേ ഉള്ളൂ കാണാവുള്ളൂ. അതർവൈസ് നമ്മളങ്ങനെ പഠിക്കാൻ പോകുന്ന ഒരു രാജ്യത്ത് ഇപ്പം നമ്മളെപ്പോലെയുള്ള ഇപ്പോൾ ഓരോ കൺട്രിയുടെ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ അടുത്താണെങ്കിൽ നമ്മൾ ആ വ്യത്യാസം കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡർ അടുത്ത് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചില കടുകട്ടി പേരുള്ള ചില രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില മരുന്നുകളുണ്ട്. നമ്മളിത് പറയാൻ തന്നെ കഷ്ടപ്പെടും. എന്ന് പറഞ്ഞ പോലെ ചില കുട്ടികൾ ഈ കോഴ്സുകൾ സെർച്ച് ചെയ്യുമ്പോൾ ചില കോളേജുകൾ ഗ്രാൻഡ് ചെയ്യുന്ന കോഴ്സ് അത് വളരെ ഹൈഫൈ ആയിട്ട് നമുക്ക് തോന്നുന്ന ചില പേരുകളൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് പഠിക്കാൻ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ലോകത്തൊരിടത്ത് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പേപ്പർ, ഒരു സർട്ടിഫിക്കറ്റ് ഫോമിൽ വെച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരാളൊരു കോഴ്സ് ഈ പറയുന്ന USA-ലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ, ഇപ്പം ഓസ്ട്രേലിയയിലെ കേസാണ് പറയുന്നതെങ്കിൽ ഇപ്പം മജോറിറ്റിയും നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈമറി ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെറ്റിൽമെൻറ്റ് പഠിച്ചു കഴിഞ്ഞ് സെറ്റിൽ ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ 95% ഓഫ് സ്റ്റുഡൻസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിലെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അങ്ങനെ ഒരു ഇൻറ്റൻഷനിലാണ് പോകുന്നതെങ്കിൽ ചെക്ക് ചെയ്യാൻ ഒരു 3 മെയിൻ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ്. ഇപ്പം ഓസ്ട്രേലിയയിലും നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സ് ഉള്ളത് പല സ്റ്റേറ്റ്സ് ഉണ്ട്. ന്യൂ സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ ഏത് സ്റ്റേറ്റാണ് ഒരു ഗ്രാജുവേറ്റ് എൻട്രി അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സ്ട്രീം അവിടുത്തെ മൈഗ്രേഷന് വേണ്ടി ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് ഒരു വലിയ സ്റ്റേറ്റാണ്, അവിടെയാണ് സിഡ്നി ഉള്ളത്. അപ്പോൾ സിഡ്നി ഒരു വലിയ എഡ്യൂക്കേഷൻ ഹബ്ബാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് സിഡ്നി, മെൽബൺ ഒക്കെ ആയിരിക്കും ഏറ്റവും ഫെമിലിയർ, ക്രിക്കറ്റൊക്കെ എപ്പോഴും നടക്കുന്ന കാരണം. അപ്പോൾ നമ്മൾ ആ ബേസിൽ അവിടെ പോയാൽ അവിടെ ഒരു 200,000 സ്റ്റുഡൻസ് ഒരു വർഷം പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ 1/10 ഉള്ളതായിരിക്കും ഗ്രാജുവേറ്റ് സ്ട്രീം മൈഗ്രേഷൻ. അപ്പം ബേസിക്കലി 20,000 ആൾക്കാർക്കായിരിക്കും ചിലപ്പം മൈഗ്രേഷൻ ഓപ്ഷൻ കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പം ഇപ്പോഴത്തെ ലാസ്റ്റ് ഇയറിൽ വന്ന ചേഞ്ചസ് വെച്ച് നമ്മൾ രണ്ടാമതൊരു കോഴ്സ് അങ്ങനെ വന്ന് ഒരു സ്റ്റുഡൻറ്റിന് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് രണ്ടാമതൊരു കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻ ഓസ്ട്രേലിയ കൊടുക്കുന്നില്ല. അപ്പം ഇറ്റ് വിൽ ബിക്കം എ ഡിഫിക്കൽട്ട് തിങ് ഫോർ ദം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അങ്ങനെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണോ അവർ പഠിക്കാൻ വരുന്ന യൂണിവേഴ്സിറ്റി ഇതുപോലെ മൈഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ്ലി ഓസ്ട്രേലിയ കൺസിഡർ ചെയ്ത നമ്മുടെ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഇത് 3 മെട്രോ ആയിട്ടും ഇതിൻ്റെ പുറത്ത് മൊത്തം റീജിയണൽ ഏരിയ ആയിട്ടുമാണ്. പക്ഷേ റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഗോൾഡ് കോസ്റ്റ്, അഡ്ലെയ്ഡ്, പെർത്ത്, ഇതെല്ലാം വലിയ സിറ്റീസാണ്. അപ്പം അതുപോലുള്ള സ്ഥലത്ത് പഠിച്ചാലും ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് സ്റ്റിൽ എ സിറ്റി. നമ്മൾ റീജിയണൽ ഏരിയ എന്നുള്ള ഡെഫിനേഷൻ്റെ വാക്ക് കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ 3 years സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ മെയിൻ 3 മെട്രോ സിറ്റീസിൽ വന്നാൽ 2 year ഉള്ളൂ സ്റ്റേ ബാക്ക്. അപ്പോൾ എഗെയിൻ 3 വർഷം എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് 3 വർഷം ഫുൾ വർക്ക് റൈറ്റ്സും ഉണ്ട്, പ്ലസ് അത്രയും നാൾ നമുക്കൊരു സമയം കിട്ടുവാണ് പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ PR-ലോട്ട് മൂവ് ചെയ്യാൻ. നമ്പർ 3, നമ്മൾ ആ പഠിക്കുന്ന കോഴ്സിൻ്റെ ഒക്യുപ്പേഷൻ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ കോഴ്സിന് ആക്ച്വലി അവിടെ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷന് ഓസ്ട്രേലിയയിൽ ഡിമാൻഡുള്ളൂ. സോ ഇത് 3 ഓസ്ട്രേലിയ ശ്രദ്ധിക്കേണ്ടത്. US ആണ് പോകുന്നതെങ്കിൽ ബേസിക്കലി US ഈസ് പ്രൊമോട്ടിങ് STEM കോഴ്സസ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. ഈ 4 ഫീൽഡിലുള്ള കോഴ്സസ് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ആസ്പിറേഷൻസ് ഉള്ളവരായിരിക്കണം US ട്രൈ ചെയ്യുന്നത്. കാരണം
ഈ സ്റ്റെമ്മിൽ പഠിച്ചു കഴിഞ്ഞാൽ 3 years സ്റ്റേ ബാക്ക് യൂഎസിലും ഉണ്ട്. എഗെയിൻ 3 years വർക്ക് റൈറ്റ്സ് ഉണ്ട്. ആ സെയിം ടൈം കൊണ്ട് നമുക്ക് നമ്മളൊരു നല്ല എംപ്ലോയറെ കണ്ടുപിടിച്ചാൽ അവിടെ H1B പോലുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ആദ്യം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു കൺട്രിയിലോട്ട് പോകുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ഫർദർ എടുക്കാൻ. ഇപ്പോൾ US കോൺസുലേറ്റ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവിധ രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്കായിട്ടൊരു കോഴ്സ് നടത്തി. അപ്പോൾ ആ കോഴ്സിന്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളിലെ STEM സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. കാരണം ആ ഒരു മേഖലയിലേക്ക് പെൺകുട്ടികൾ വരുന്നത് കുറവാണ് എന്നാണ് അവർ പറയുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഈ ഇലോൺ മസ്കിനെ പോലെയൊക്കെ ഉള്ളവർക്ക് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു സ്വാധീനം, ടെക്നോളജിക്ക് ലോകവ്യാപകമായിട്ട് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ STEM എന്ന് പറയുന്ന ആ ഒരു സ്ട്രീം ഒരുപാട് ഓപ്ഷൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ കോൺസുലേറ്റിലെ ചില ഇന്റർവ്യൂസ് നമ്മൾ കാണുകയാണെങ്കിൽ ഈ സ്ട്രീമിലേക്ക് വരുന്ന അതിൽ താല്പര്യമുള്ള പാഷനേറ്റ് ആയിട്ടുള്ളവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 2 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് USA സംബന്ധിച്ചിടത്തോളം OPT അല്ലെ, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ ഈ OPT എന്ന് പറയുന്നത് കിട്ടുന്ന ആ ഒരു എക്സ്റ്റൻഷൻ അവരെ ഏതെല്ലാം തരത്തിൽ സഹായിക്കും? അവരെ ബേസിക്കലി സഹായിക്കുന്നത് ആ ഒരു ഫീൽഡിൽ അവർക്ക് ജോലി കണ്ടുപിടിക്കാൻ ആണ് ഏറ്റവും ഒരു ബെനിഫിറ്റ്. ഇപ്പം നമ്മൾ അവിടെ ഇപ്പോൾ സ്റ്റെമ്മിലുള്ളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ 3 വർഷം എന്ന് പറഞ്ഞാൽ എഗെയിൻ പഠിക്കുന്ന സമയത്ത് US വെച്ചിട്ട് ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് ഇത്ര പാർട്ട് ടൈം അവേഴ്സ് ചെയ്യാം, US ചെയ്യാം. പക്ഷേ US മെയിൻലി അത് ആ യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും നമ്മൾ കിട്ടുന്ന പാർട്ട് ടൈം ജോബ്സ്. അപ്പോൾ അവർക്ക് അധികം ഇൻറ്റേൺഷിപ്പൊക്കെ അല്ലാതെ പുറത്തൊരു ജോബ് എക്സ്പോഷർ കിട്ടാൻ പാടില്ല. പക്ഷേ പഠിച്ചു കഴിയുമ്പം നേരെ ആ ഫീൽഡിൽ ഇപ്പോൾ ഈ STEM അവർ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ അവിടെ അതുപോലെ STEMമിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സിമിലർ ആണ് ഓസ്ട്രേലിയയിലും. ഓസ്ട്രേലിയ STEM എന്നും പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ഓസ്ട്രേലിയയിൽ തന്നെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനിൽ അവർ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ STEM ഈസ് ഇൻ വെരി ഹൈ ഡിമാൻഡ് ഇൻ ഓസ്ട്രേലിയ ആസ് വെൽ. അപ്പോൾ US നമ്മളങ്ങനെ STEM ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കാരണം നമുക്ക് അതുപോലെ ഒരു റെലവൻറ്റ് ഫീൽഡിൽ നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒക്യുപ്പേഷൻ ചെയ്യാൻ പറ്റും. US ഒരു സിസ്റ്റം വെച്ച് US ഈസ് വെരി ഓപ്പൺ ടു മൈഗ്രേഷൻ. കാരണം ഇപ്പോൾ 2nd ജനറേഷൻ 3rd ജനറേഷൻ മൈഗ്രേഷൻ ആയ ഒരു കൺട്രിയാണ് US. അപ്പം അവിടെ ഏതൊരു നല്ലൊരു എംപ്ലോയറും ദേ ആർ വെരി ഓപ്പൺ ടു ഡു സ്പോൺസർഷിപ്പ്. അപ്പോൾ H1B അങ്ങനെ അല്ലാതെ ഇപ്പം ഇവിടെയുള്ളൊരു വേറെ പുറത്തുള്ളൊരു കമ്പനിയാണ്, അവർക്ക് ഇൻറ്റേർണൽ വിസ ട്രാൻസ്ഫർ, അങ്ങനെ പല എംപ്ലോയർ വിസ ഓപ്ഷൻസും US അപ്പോൾ ഈ STEM ഉള്ള ഒരാൾക്ക് അവർ അത്യാവശ്യം നല്ല കേപ്പബിളാണ് എങ്കിൽ അവർക്ക് ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല. ഈ PR എന്ന് പറയുന്ന ഒരു വീടായിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, ആ രാജ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശനം നൽകുന്ന ഒരു ഗേറ്റ് ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ കാണുന്ന അങ്ങനെയാണ്. അപ്പൊ ഈ ഗേറ്റ് അതിൽ കടക്കുക, അതിനുശേഷം ആ വീട്ടിലേക്ക് കടക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് അവിടെ ഒരു PR-നുള്ള സാധ്യത എത്രത്തോളമാണ്? ഏതൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്കാണ് ഈ PR സാധ്യത കൂടുതൽ? അതിനുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ STEM തന്നെയാണ് ഒരു ഗുഡ് സ്റ്റാർട്ട്. ഇപ്പോൾ ഫോർ US വി വുഡ് സേ STEM ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പാത്വേ ടു US റെസിഡൻസി. സിമിലർലി ഓസ്ട്രേലിയയിലാണെങ്കിൽ ഹെൽത്ത് ആൻഡ് അലൈഡ് ഹെൽത്ത്, ഇപ്പോൾ നഴ്സിംഗ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഓഡിയോളജി, ഫിസിയോതെറാപ്പി, ഇതുപോലെ എല്ലാം അലൈഡ് ഹെൽത്ത് എല്ലാം നല്ല സ്കോപ്പുള്ള കോഴ്സസാണ്. ഹെൽത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ് എൻജിനീയറിങ്. എല്ലാ എൻജിനീയറിങ് സ്ട്രീംസും ഇൻ ഹൈ ഡിമാൻഡാണ്. പിന്നെ IT ഇപ്പം ലാസ്റ്റ് 2 years ഇച്ചിരി ഡൗൺ ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ഒക്കെ സ്റ്റിൽ ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് സ്കോപ്പ്. ഇൻ ജനറൽ IT-യും നല്ല ഒരു സ്കോപ്പുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ട്രേഡാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതുവരെയും അധികം ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ഫീൽഡാണ് കാർപ്പൻട്രി, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ, വിൻസ്ക്രീൻ ഫിറ്റർ, മോട്ടോർ മെക്കാനിക്, ഇങ്ങനെയുള്ള പല പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ള പല ജോബ്സും. പക്ഷേ ആകെയുള്ള ഒരു ഡിഫിക്കൽട്ടി ഫോർ സച്ച് അതുപോലെയുള്ള ക്വാളിഫിക്കേഷന് നോർമലി എല്ലാ യൂണിവേഴ്സിറ്റീസും അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു രജിസ്റ്റേർഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ വഴിയായിരിക്കും, അണ്ടർ ദി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോളേജസ് ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു ട്രേഡ് സെക്ടറിൽ വിസ അധികം അപ്രൂവ് ആയി നമ്മൾ കണ്ടിട്ടില്ല. മെയിൻലി ബിക്കോസ് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, അങ്ങനെയുള്ള ഓസ്ട്രേലിയയിൽ നെയ്ബറിങ് കൺട്രീസിൽ നിന്നാണ് കൂടുതൽ അങ്ങനെയുള്ള വിസാസ് വരുന്നത്. അപ്പം സോ വി ക്യാൻ സേ ഇന്ത്യ പോലുള്ള ഒരു സ്കിൽഡ്
പോപ്പുലേഷനിൽ നിന്ന് അവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതുപോലെ എഞ്ചിനീയേഴ്സ്, ഹെൽത്ത് കെയർ, IT അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കേരളത്തിലൊരു അന്വേഷണം, കേരളത്തിലെ ലേബർ മാർക്കറ്റിൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമുക്കറിയാം പരമ്പരാഗതമായി കാർപ്പൻട്രി ചെയ്തിട്ടുള്ള ഫാമിലികളുണ്ട്, അതുപോലെ തന്നെ പരമ്പരാഗതമായി മേസൺറി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ വീട് പണിയുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചിരുന്നത് ഇപ്പൊ വിളിക്കുന്ന മകനെ ആണെങ്കിൽ അതിനു മുമ്പ് അച്ഛനായിരുന്നു, അതിനു മുമ്പ് ആ ഒരു രീതിയിൽ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഫാമിലിയിലൊക്കെയുള്ള പുതിയ കുട്ടികൾ മറ്റു കോഴ്സുകളിലേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെയുള്ള ഫാമിലി ഉള്ളവർ അവരുടെ ആ ഒരു സ്കില്ലാണല്ലോ പരമ്പരാഗതമായി കൈമാറി വരുന്ന ആ ഒരു സ്കില്ല. അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അവിടെ പോയി അത് പഠിച്ചാൽ അവിടെ ആ ഒരു ഓപ്ഷനും കൂടെ അവർക്ക് ലഭിക്കില്ലേ? തീർച്ചയായും. അങ്ങനെ ഇപ്പം അതിനകത്ത് ആകെയുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിസ കിട്ടുന്നതിൻ്റെ ഉള്ളൊരു ചലഞ്ചാണ്. കാരണം നമ്മളൊരു ജെനുവിൻ, കാരണം ഓസ്ട്രേലിയ ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ ഒരു ജെനുവിൻ സ്റ്റുഡൻറ്റ് ടെസ്റ്റ്, ഈ സ്റ്റുഡൻറ്റ് ഇവിടെ പഠിക്കാൻ വേണ്ടിയാണോ വരുന്നത്, പഠിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോവോ, അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ചിലപ്പം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ജെനുവിനിറ്റി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഈ വിസയുടെ ഒരു ചലഞ്ച് വരുന്നത്. അങ്ങനെ സാഹചര്യങ്ങളുള്ളവർക്ക് തീർച്ചയായും അത് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഓപ്ഷൻ തന്നെയാണ്. ഇനി അതല്ല, അങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഇല്ലെങ്കിൽ വേറെ ഓപ്ഷനുണ്ട്. ഇവിടെ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ ഇപ്പോൾ IT ഉള്ള ഡിപ്ലോമ ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ മൈഗ്രേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്, നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. ലൈക്ക് ഇപ്പം നേരത്തെ സമയത്തൊക്കെ എല്ലാ ഒരു ഇതുപോലെയുള്ള ജോബ്സ് എല്ലാം പെയ്ഡ് ഐദർ ഇൻ ക്യാഷ് അല്ലെങ്കിൽ ഒരു ഫോർമൽ ട്രാൻസാക്ഷൻസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും വർക്ക് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഒരു 3 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒക്യുപ്പേഷൻസിലുള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഡയറക്റ്റ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വിദേശ പഠനം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ചർച്ചയ്ക്കിടയിൽ ഞാൻ ചെന്ന് പെടാനിടയായി. അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീൻ ഡാർക്ക് ആണ് മോനെ എന്ന്, അവരുടെ ന്യൂജൻ ലാംഗ്വേജ് അറിയാമല്ലോ. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, അമേരിക്കയിൽ പോകാൻ പറ്റത്തില്ല, ട്രംപ് ആണ് വരുന്നത്, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇനിയൊരു വിദ്യാർത്ഥിയായിട്ടൊന്നും അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. 2, ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻസിനുള്ള റൂൾസ് വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സീൻ ഡാർക്കാണോ? സീൻ ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാതെ റിസർച്ച് ചെയ്യാതെ വരുന്നവർക്ക് സീൻ ഡാർക്കാണ്. ഈ 2 കാര്യങ്ങൾ ഇപ്പം നമ്മൾ എങ്ങനെയും പോയി എവിടെയും പോയി രക്ഷപ്പെടാം, അല്ല വരുന്നിടത്ത് വെച്ച് കാണാം, ഇതൊക്കെ നമ്മളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഇറ്റ് വിൽ നോട്ട് വർക്ക് എനിമോർ. കാരണം കൺട്രീസ് ഇപ്പോൾ നമ്മളൊരു ഹൈലി പോപ്പുലേറ്റഡ് കൺട്രിയാണ്, ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് കാര്യത്തിനും പോകാനുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു പെർസെൻറ്റേജാണ് നമുക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ ഇതിലെത്തണമെങ്കിൽ അതിനുള്ള സ്മാർട്ട്നെസ്സും അതിനുള്ള കഴിവും നമുക്കുണ്ടെന്ന് കേപ്പബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, എങ്കിലുള്ള ആ കൺട്രിക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഒരു ഡെവലപ്ഡ് കൺട്രിയിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം ആ സിസ്റ്റത്തെ, കാരണം വി ആർ ഗോയിങ് ടു എ ഡെവലപ്ഡ് കൺട്രി, അപ്പോൾ അവർക്കൊരു സിസ്റ്റം ഉണ്ട്, അവർക്കൊരു കൾച്ചറുണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാതെ അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ആ രീതിയിൽ പോയാൽ കുഴപ്പമില്ല. അതല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ആ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതിന് നമ്മൾ ആക്ച്വലി പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടേഷനൊക്കെ എടുത്ത് ഇതുപോലെ പാത്ത് വേ ഒക്കെ ക്ലിയറായി നമുക്കൊരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണം. ആസ് എ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഞാനാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നണം ബൈ മൈസെൽഫ്, ഓക്കെ ഐ ഡിഡ് മൈ റിസർച്ച്, നൗ ഇറ്റ്സ് ഗുഡ് ടു പ്രൊസീഡ് എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിൽ മൂവ് ചെയ്യുന്നതാണ് ഹൈലി അഡ്വൈസബിൾ. കൃത്യമായ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം, അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്. ഇനി ആ പ്ലാൻ ഏതെങ്കിലും തരത്തിൽ പാളുകയാണെങ്കിൽ ഒരു പ്ലാൻ ബി, ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് പോകേണ്ടതെന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് മാറിയിട്ടുണ്ട്, വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാൽ പോലും അടിസ്ഥാനപരമായി ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് റോഡ് മെമ്മറൈസേഷൻ, നമ്മുടെ ആ ഓർമ്മശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1951. അപ്പോൾ നല്ല മെമ്മറിയുള്ള കുട്ടിയാണ് ഏറ്റവും മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ കുട്ടി എന്നുള്ള ഒരു ഇവാലുവേഷനാണ് നമുക്ക് വരുന്നത്. പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയേ അല്ല. ചർച്ചകളിലൂടെയും അസൈൻമെന്റുകളിലൂടെയും സ്വയം വിലയിരുത്തലുകളിലൂടെയും അതുപോലെ തന്നെ ഗ്രൂപ്പായുള്ള വർക്കിലൂടെയും ഒക്കെയാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആണ്.
ഞാൻ വീട്ടിൽ പോയി ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും, അല്ലാതെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അതൊന്നും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിലോ USA-യിലോ UK-യിലോ ഒക്കെ പോകുന്ന കുട്ടികൾ ഒരു ചെറിയ പ്രയാസം നേരിടാറുണ്ട്. കാരണം അവര് വന്ന ഒരു സിസ്റ്റത്തിൽ നിന്നല്ല, അത് ഓവർകം ചെയ്യാൻ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് പരിശീലിക്കാൻ പറ്റും? ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് ഞങ്ങൾ വഴി ഇങ്ങനെ പോയ ഒരു 2 ട്വിൻസ് ഇവിടെ കേരളത്തിൽ നിന്ന് പോയ 2 പേര്, അവർ 6 മാസം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചു. 2 പേരും നോൺ സ്റ്റോപ്പായിട്ട് കരയുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം അവർ ഫെയിലായി. അപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫെയിൽ ആയെന്നുള്ളത്. കാരണം ഇവിടുന്ന് അവർ ഭയങ്കര സ്മാർട്ട് സ്റ്റുഡൻസ് ആയിട്ട് പോയത്. ആക്ച്വലി അവർ ഫെയിൽ ആയത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ആ സമയം കൊണ്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ലാംഗ്വേജിൽ ആ ഒരു അസൈൻമെൻറ്റിൽ അവരുടെ ഫാക്കൽറ്റി എക്സ്പെക്ട് ചെയ്തൊരു ലാംഗ്വേജ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം ആയപ്പോഴത്തേക്ക് അവർ ഓക്കെ ആയി. അപ്പോൾ ഐ വുഡ് സേ ഒരു 3 to 6 months ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് ഉണ്ട് ശരിക്കും. പിന്നെ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ വേസ് ചെയ്യാം. ഒന്ന്, ഇപ്പം ഞങ്ങളുടെ അങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചൊരു ബ്രീഫിംഗ് ഒക്കെ കൊടുക്കും. കാരണം നമ്മളുടെ നോർമൽ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ പഠിക്കുക, അത് കഴിയുമ്പോഴാണ് നിങ്ങൾ അടുത്ത കാര്യം. പക്ഷേ ഓസ്ട്രേലിയയിലൊന്നും അങ്ങനെയല്ല. ആദ്യം പഠിക്കാമെന്നല്ല, പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് വന്നതെങ്കിൽ നമ്മൾ ആ സമയം തൊട്ട് തന്നെ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആയിട്ടും അതിൻ്റെ ലോക്കൽ നെറ്റ്വർക്കുമായിട്ട് അങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത്. കാരണം അതൊരു സ്മോൾ പോപ്പുലേഷനുള്ള കൺട്രിയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഫീൽഡിലുള്ള എല്ലാവരെയും അറിയാൻ പറ്റും. അപ്പം അങ്ങനെ അതൊരു നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു. നമ്പർ 2 ഈസ് നമ്മളുടെ അവിടെയുള്ള നേരത്തെ വന്നിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുക. അവർക്ക് ഒത്തിരി ഇൻഫർമേഷൻ തരാൻ പറ്റും. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഇതുപോലെ നമ്മളങ്ങനെ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് കുറച്ച് ട്യൂട്ടേഴ്സ് അങ്ങനെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നമുക്ക് ട്യൂട്ടേഴ്സിൻ്റെ സഹായം തേടാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലോ US-ലാണ് ഞങ്ങൾക്ക് ഇവിടെ ഓഫീസുണ്ട്. ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. വി ഓൾസോ പ്രൊവൈഡ് ദം സപ്പോർട്ട്. അങ്ങനെ മൾട്ടിപ്പിൾ വേസിൽ നമുക്കിത് ചെയ്യാം. പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊരു 6 മാസം എടുക്കും എന്ന് നമ്മൾ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഹാഫ് ഓഫ് ദ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമ്മളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്പെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓസ്ട്രേലിയയും US ഒക്കെ തന്നെ. ഇപ്പൊ നമ്മളവിടെ പോയി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാർലേജി ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിൽ പോലും ഇന്ത്യൻ രൂപയിൽ 300 രൂപ. കാരണം നമ്മുടെ കണ്ണ് തള്ളും. കാരണം നമ്മുടെ ജോലി അവിടെയല്ല, ഇവിടെ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആസ്തി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട് ടൈം വർക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 രാജ്യങ്ങളിലും അത്തരത്തിൽ പാർട്ട് ടൈം വർക്ക് ചെയ്ത് അവരുടെ വിദ്യാഭ്യാസത്തെ ഒന്ന് സപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? യെസ്, US-ൽ ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. കാരണം ഒരു ഫുൾ അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അധികം ഇല്ല. പക്ഷേ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി ജോബ്സൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ സ്റ്റുഡൻസിന് കിട്ടും. ഓസ്ട്രേലിയയിലാണെങ്കിൽ 24 hours പെർ വീക്ക് അവർക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ 48 hours പെർ ഫോർട്ട് നൈറ്റ്. പിന്നെ റഫ്ലി അബൌട്ട് 3 to 4 months ഒരു ടോട്ടൽ 2 സെമസ്റ്ററിൻ്റെ ഇടയിൽ ഒരു വർഷം സെമസ്റ്റർ ബ്രേക്ക് വരും. ആ സമയത്ത് ഫുൾ വർക്ക് റേറ്റും ഉണ്ട്. സോ ദേ ക്യാൻ വർക്ക് ഫുൾ ടൈം. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അത്രയും സമയം വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ എല്ലാ എക്സ്പെൻസസും കവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഫീസ് ഒക്കെ പേ ചെയ്യാനുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്യുന്ന പിള്ളേരുണ്ട്. സോ പോസിബിളാണ് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യാൻ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു നേരത്തെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം പീരീഡ് ഉണ്ട് ആദ്യം. കാരണം അസൈൻമെൻറ്റ്സ് ഉണ്ട്, സെയിം ടൈം നമ്മൾ വർക്ക് ചെയ്യണം. സോ ഇറ്റ് ഡിമാൻഡ്സ് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല എന്നുള്ളത് സത്യമാണ്, പക്ഷേ ആവശ്യത്തിന് വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഒരു 3 to 6 months ടൈം കൊണ്ട് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് സെറ്റായി കഴിഞ്ഞാൽ യെസ്, ദെൻ ഇറ്റ് ഈസ് അച്ചീവബിൾ. നമ്മളൊരു റിസർച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്റ്റുഡൻസ് പോകുന്നതിന് മുമ്പ് അവരൊരു പ്രാഥമികമായ ഗവേഷണം നടത്തിയിരിക്കണം. അപ്പൊ ആ റിസർച്ച് ചെയ്യുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന കോഴ്സും അവിടെയുള്ള ആ തൊഴിലുകളുടെ പട്ടികയും തമ്മിൽ അതൊന്ന് താരതമ്യപ്പെടുത്തി ഒരു റിസർച്ച് ചെയ്യുന്നത് നല്ലതാണോ? അങ്ങനെയാണെങ്കിൽ അസറ്റ് എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്? സോ നമ്മൾ നോർമലി ഒരു കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആദ്യമേ ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിക്കും എന്താണ് അവരുടെ ലക്ഷ്യം. അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 20% ഓഫ് ദ സ്റ്റുഡൻസ് പോകുന്നത് അവർക്ക് നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ വളരെ ക്ലിയറാണ് അവരുടെ ലൈഫ് ഗോൾ അല്ലെങ്കിൽ അവരുടെ കരിയർ ഗോൾസിനെ പറ്റി. ദേ ആർ വെരി സ്മാർട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നമുക്കതിൽ കൂടുതൽ റോളില്ല. പക്ഷേ 80% അങ്ങനെയല്ല. 80% എന്ന് പറഞ്ഞാൽ അവർക്ക്
കുറച്ചറിയാം, പക്ഷേ അവർക്ക് ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷൻ്റെ ആവശ്യമുണ്ട്. ബിക്കോസ് അവർക്കൊരു പ്രോപ്പർ കരിയർ കൗൺസിലിങ്ങോ അങ്ങനെയുള്ള ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് ബേസിക്കലി വി വിൽ പ്രൊവൈഡ് ഒരു കൺസൾട്ടേഷൻ കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ച കോഴ്സ് ഇതുപോലെ ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ, ഡിമാൻഡിലാണോ, ഈ എന്തൊക്കെയാണ് അതിൻ്റെ ഫർദർ സാധ്യതകൾ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ബ്രീഫായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ ബേസിക്കലി എല്ലാം നമ്മൾ പറഞ്ഞ കോഴ്സസിൻ്റെ എല്ലാം ഫുൾ ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്യും. സോ ദാറ്റ് അവർക്ക് അവരുടേതായ രീതിയിലും ഇത് സെർച്ച് ചെയ്യാം. അത്രയും ചെയ്തതിന് എന്നിട്ട് നമ്മൾ അവരെ നോർമലി എൻകറേജ് ചെയ്യും, നിങ്ങളും ഇതെല്ലാം വായിച്ച് നോക്കണം. ശരിയാണ്, കുറച്ച് കൂടുതൽ വായിക്കാനുണ്ട്, പക്ഷേ നിങ്ങളിത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടി. എന്നിട്ട് മാത്രം നമ്മൾ പ്രോഗ്രസ് അത് ഫർദർ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. ദാറ്റ് വേ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മളൊരു ഫെയർ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് അവരോട് ചെയ്ത് അവർക്ക് എല്ലാ ഇൻഫർമേഷനും കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ചില വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അവർ വളരെ സമർത്ഥരായിട്ട് ഇവിടെ നല്ല മാർക്കും നല്ല ഗ്രേഡിങ്ങും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അവർക്കൊരു സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ടോ? അത് എത്രത്തോളം അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ എക്സ്പെൻസിനെ സപ്പോർട്ട് ചെയ്യും? ഓക്കെ, യെസ്, സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ട്. ഈ 2 കൺട്രിയിലും ഉണ്ട് സ്കോളർഷിപ്പ്. ദർ ഈസ് ഇപ്പം നമ്മൾ റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 to 30% വരെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഓൺ ആൻ ആവറേജ് സ്റ്റുഡൻസിനുണ്ട്. 70% ഒക്കെ കൂടുതൽ മാർക്സ് ഉണ്ടെങ്കിൽ. പിന്നെ ചില കുറച്ചുകൂടെ എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മേ ഗെറ്റ് 50% സ്കോളർഷിപ്പ്, ബട്ട് അതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഒരു 25% 30% ഒക്കെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിന് മിക്ക യൂണിവേഴ്സിറ്റീസും നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് സ്കോളർഷിപ്പിന് കൺസിഡർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അവരുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽ. സോ അതിന് പിന്നെ നമുക്കിപ്പോൾ വേറെ സെപ്പറേറ്റ് അതിന് സ്കോളർഷിപ്പ് വേണം അങ്ങനെ നമുക്ക് മനസ്സിലാവുകയാണ് ഈ സ്റ്റുഡൻറ്റ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും അപ്ലൈ ചെയ്യും. സോ നമ്മൾ 2 ഓപ്ഷനും എപ്പോഴും ഇനിഷ്യലി അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് PR-ലേക്ക് പോകുമ്പോൾ ഈ ഏതൊക്കെ ഓസ്ട്രേലിയൻ സ്റ്റേറ്റ്സ് ആണ് PR കൂടുതൽ സുഗമമായി നൽകുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചില സ്റ്റേറ്റുകളിൽ PR കിട്ടാൻ എളുപ്പമാണ്. സ്റ്റേറ്റുകളിലേക്കാൾ ഉപരി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസിലാണെങ്കിൽ റീജിയണൽ സ്റ്റഡി അതിന് കുറച്ചുകൂടെ കൂടുതൽ സ്കോപ്പുണ്ട്. മെയിൻലി ബിക്കോസ് ഒന്ന് അവർക്ക് 2 വർഷത്തിന് പകരം 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പിന്നെ അപ്പോൾ ആ സമയത്തിനുള്ളിൽ അവരുടെ പർട്ടിക്കുലർ ഒക്യുപ്പേഷനിൽ അവർക്കൊരു ജോലി കണ്ടെത്തിയാൽ PR-നുള്ള പ്രോസസ്സ് ഭയങ്കര ഈസിയാവും. പ്ലസ് ഈ ഗ്രാജുവേറ്റ് ആൻഡ് പറഞ്ഞ റീജിയണൽ ഏരിയ കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. പ്ലസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം ഓസ്ട്രേലിയയുടെ ഒരു പ്രൈമറി പോപ്പുലേഷൻ മൊത്തം മെയിൻ 3 സിറ്റീസിലാണ്, സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. അപ്പോൾ അവർക്ക് ഏറ്റവും വേണ്ടത് റീജിയണൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ വിദേശ പഠനം സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? സോ നമ്മളിപ്പോൾ പല പ്രാവശ്യമായിട്ട് അത് പറഞ്ഞു, പക്ഷേ നമുക്കത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന് ബേസിക്കലി നമ്മൾ പറഞ്ഞതുപോലെ അവർ എത്ര വർഷം പഠിക്കുന്നതിൻ്റെ കോഴ്സിൻ്റെ ആ കൺട്രിയിലെ ഡിമാൻഡ്, അതാണ് നമ്പർ 1. അതുപോലെ അങ്ങനെ ഒരു PR പാത്വേയിൽ ഉള്ള ഒരു ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ, അവർ പഠിക്കുന്ന കോഴ്സിൻ്റെ റിലേറ്റഡ് ഒക്യുപ്പേഷൻ ഉണ്ടോ, അതാണ് ഫസ്റ്റ് തിങ് ടു കൺസിഡർ. സെക്കൻഡ്, എത്ര വർഷം സ്റ്റേ ബാക്ക് ഉണ്ടെന്നുള്ളത്. അതുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്കോപ്പ് കൂടുതലാണ്, അവർക്ക് കൂടുതൽ സമയം കിട്ടും കാര്യങ്ങൾ ചെയ്യാൻ. തേർഡ്, അവർ പഠിക്കുന്ന കൺട്രി അല്ലെങ്കിൽ പഠിക്കുന്ന ആ കൺട്രിയിലെ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഈ PR പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രമാത്രം അവിടെ ആ ഗ്രാജുവേറ്റ് എൻട്രി സ്ട്രീം ഉണ്ടെന്നുള്ളത്. പിന്നെ ബോത്ത് കൺട്രീസ് ഇതുപോലെ STEM അല്ലെ IT, എൻജിനീയറിംഗ്, മാത്സ്, സയൻസ് ഈ ഒരു മെയിൻലി ഇതിനാണ് കൂടുതലും ഡിമാൻഡുള്ളത്. MBA പോലുള്ള കോഴ്സസ് ഇപ്പോൾ കാരണം ഒത്തിരി പേര് MBA ചെയ്യാൻ പുറത്തു പോകുന്നതാണ്. ഞാനും MBA ആണ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ MBA പോലുള്ള കോഴ്സസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതുപോലെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണോ എന്ന് തിങ്ക് ചെയ്യുക 3 times. കാരണം MBAക്കൊക്കെ അതൊക്കെ ജനറൽ കോഴ്സസാണ്, അതുപോലുള്ള കോഴ്സസിനാണ് ഏറ്റവും ചലഞ്ചസ് ഉള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ജനറിക് കോഴ്സസ് എടുക്കാമുള്ളൂ. ഇതുപോലെ ടെക്നിക്കൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ആകുമ്പോൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർവേഡ്. അപ്പോൾ PR എന്നുള്ളതായിരിക്കും പലരുടെയും ലക്ഷ്യം. പക്ഷേ എപ്പോഴും നമ്മളൊരു പ്ലാൻ B മുന്നിൽ കാണണം. പലപ്പോഴും നമുക്ക് ഈ പ്ലാൻ A ഫോക്കസ് ചെയ്ത് പോകുന്നവരായിരിക്കണം. പക്ഷേ പ്ലാൻ B PR അല്ലെങ്കിൽ എന്ത്? നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു അല്ലെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. നമുക്കൊരു ജോലി കിട്ടുമ്പോൾ എത്രത്തോളം പ്രയോറിറ്റി നമുക്ക് ലഭിക്കും? ഒരു സാലറി ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോബ് ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ എത്രത്തോളം അപ്സ്കിൽഡായിട്ട് നമ്മളെ ആൾക്കാർ കണക്കാക്കും?
ഇനി മാത്രമല്ല ഇനി GCC രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ അവരെ എത്രത്തോളം വിദേശ വിദ്യാഭ്യാസം സഹായിക്കും? തീർച്ചയായും. സോ ഒബ്വിയസ്ലി ആ ഒരു നമുക്കൊക്കെ കിട്ടുന്ന എക്സ്പോഷർ നമ്മളൊരു വെസ്റ്റേൺ കൺട്രിയിൽ പോയി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രി പോയി പഠിക്കുമ്പോൾ ഉള്ളത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 കൺട്രീസ് അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റി എടുത്താലും ഒരു 80-90 നാഷണാലിറ്റീസ് കാണും. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി ഈസ് എ ഹ്യൂജ് ലേണിംഗ്. ഒരു 2 വർഷം അല്ലെങ്കിൽ 4 വർഷം പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നാച്ചുറലി നമ്മളൊരു GCC കൺട്രിയിൽ പോയാലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ പോയാലും നമ്മളുടെ എപ്പോഴും നമ്മുടെ സ്കിൽ ഒരു ലെവൽ ഹൈ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യാം. അതല്ല ഇപ്പം നമ്മൾ ഒരു പ്ലാൻ ബി ആയിട്ട് തിരിച്ച് നാട്ടിൽ വരുവാണ്. നാട്ടിൽ വന്നാലും ഇന്ന് ഇന്ത്യയുടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഈസ് വെരി ബിഗ്. ഒരു ഓൺട്രപ്രണർ ആകുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. പല പ്രൈവറ്റ് ഇക്വിറ്റി അങ്ങനെ പല ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ സ്മാർട്ടായിട്ടുള്ളവർക്ക് അങ്ങനെ നോക്കാം. അതല്ല ഇപ്പം നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ രത്തൻ ടാറ്റ അല്ലെ ആനന്ദമൻ അങ്ങനെ പലരും പല ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റും ഇന്ത്യയിൽ ഫോറിൻ എഡ്യൂക്കേഷൻ കിട്ടി തിരിച്ച് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്ത് ഹൈലി സക്സസ്ഫുള്ളായ ആൾക്കാരാണ്. സോ അതുപോലെ തിരിച്ചിവിടെ വന്നാലും ഒരു കോർപ്പറേറ്റിൽ ഒരു ഹയർ ലെവൽ ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എപ്പോഴും കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ പഠിക്കുന്നവർക്ക് ഇനി അങ്ങനെ ഒരു PR കിട്ടിയില്ലെങ്കിലും അവർക്കൊരിക്കലും നിരാശപ്പെടേണ്ട വരത്തില്ല. ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഒരു ചലഞ്ചേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ ദേ വിൽ ബി ഓൺ ട്രാക്ക് ആൻഡ് ദേ വിൽ ഹാവ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. അതെ, എപ്പോഴും നമ്മൾ പറയല്ലോ ബന്ധങ്ങൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അമൂല്യമായ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു ചെറിയ ലോകം, അതായത് ഒരു മിനി വേൾഡിലാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസുമായി നമുക്കുള്ള ബന്ധം, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളുമായി നമുക്കുള്ള ബന്ധം നമുക്കറിയാമല്ലോ. നമ്മുടെ സഹമുറിയന്മാരായിട്ടൊക്കെ വരുന്നത് കൊറിയക്കാരും അല്ലെങ്കിൽ സിംഗപ്പൂരുകാരും ഒക്കെ ആകുമ്പോൾ ഈ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ആ ധാരണ തീർച്ചയായും തിരികെ എത്തുമ്പോൾ നമ്മളെ കൂടുതൽ സ്കിൽഡായിട്ട് മാറ്റുകയും അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ PR മാത്രം ഒരു ലക്ഷ്യമായിട്ട് കാണേണ്ടതില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വളരെ നന്ദി വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇത്രയും കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്. അപ്പോൾ ഒരു വിഭാഗം കുട്ടികൾ പുറത്തു പോകട്ടെ, പഠിക്കട്ടെ, അവിടെ തന്നെ PR കിട്ടി അവിടെ ജീവിക്കട്ടെ. മറ്റൊരു വിഭാഗം അവർ തിരിച്ചു വന്ന് കൂടുതൽ സ്കിൽഡായിട്ട് നമ്മുടെ വ്യവസായത്തെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നവരായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരായിട്ട് മാറട്ടെ. അതിന് അസറ്റും സഹായിക്കട്ടെ. തീർച്ചയായും. താങ്ക് യു.